ഡിയേഴ്സ്, അലീനയുടെയും മനുവിൻ്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. അങ്ങനെ നമ്മുടെ മനുദ അലീനയെ മുത്തശ്ശിയുടെ അരികിൽ എത്തിച്ചിരിക്കുക. മുത്തശ്ശിയാണെങ്കിൽ വലിയ സന്തോഷത്തിൽ, എൻ്റെ അലീന മോള് തിരിച്ചു വരുമെന്ന് സത്യം പറഞ്ഞ എൻ്റെ മനു ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. എന്തായാലും മോള് തിരിച്ചു വന്നല്ലോ. മുത്തശ്ശിയെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇനി ഇവളിവിടെ നിർത്താൻ പോകുന്നത്. എന്തായാലും മുത്തശ്ശി വേണം ഇനി ഇവളുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനായിട്ട്. ആൻറ്റി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ മുത്തശ്ശി അതിനിടയിൽ ഇടപെടുകയൊക്കെ ചെയ്യണം. പിന്നെ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും എന്നെ വിളിച്ച് അറിയിക്കുകയും ചെയ്യണമെന്ന് നമ്മുടെ മനു പറയുക. ഇത് കേട്ടപ്പോൾ മുത്തശ്ശി പറഞ്ഞു, എടാ മോനെ, നീ എനിക്കൊരു ഫോൺ വാങ്ങിത്തരാമെന്ന് പറഞ്ഞല്ലോ, എത്രയും പെട്ടെന്ന് നീ എനിക്കത് വാങ്ങിച്ചതാ. എന്നിട്ട് ഞാൻ എന്ത് കാര്യം ഉണ്ടെങ്കിലും നിന്നെ വിളിച്ച് അറിയിച്ചോളാന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ മനു ആണെങ്കിലോ അലീനയോട് ചോദിച്ചു, നീ ഇന്ന് വല്ലതും കഴിച്ചായിരുന്നോ? എന്താ പോകാനുള്ള പോക്കിൽ ഭക്ഷണം പോലും മര്യാദക്ക് കഴിച്ചിട്ടുണ്ടാവില്ല അല്ലേ? എൻ്റെ പൊന്നു മോനെ, ഇവൾ ഇന്നലെ രാത്രി മുതൽ ഒരാഹാരവും കഴിച്ചിട്ടില്ല എന്ന് മുത്തശ്ശി പറയുക. അപ്പോഴത്തേക്കിനും മനു പറഞ്ഞു, ബാ ഇവിടെ എന്താ ഉള്ളതെന്ന് നോക്കട്ടെ. അങ്ങനെ നമ്മുടെ മനു അലീനയെ കൂട്ടിയിട്ട് ആ ഡൈനിങ് ഹാളിലേക്ക് ചെല്ലുക. ആ സമയമാണെങ്കിലോ നമ്മുടെ ബാലേന്ദ്രൻ അവിടെ വലിയ സങ്കടത്തിൽ ഇങ്ങനെ ഇരിക്കുക. അലീനയോട് ചെയ്തത് വലിയൊരു കഷ്ടമായി പോയല്ലോ. ആ കൊച്ച് എന്ത് വിചാരിച്ച് കാണും? അത്രയും നല്ലൊരു തങ്കപ്പെട്ട സ്വഭാവമുള്ള കുഞ്ഞിനെ താനും കൂടി ചേർന്ന് തെറ്റിദ്ധരിച്ചല്ലോ എന്നൊക്കെ ആലോചിക്കുക. എനിക്കും 2 പെൺമക്കളുണ്ടല്ലോ. ആ ഒരു വിഷമത്തിൽ ബാലേന്ദ്രൻ അവിടെ ഇരിക്കുമ്പം, അങ്കിളിന്ന് വല്ലതും കഴിച്ചായിരുന്നോ? ഇല്ലടാ, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. മനു നീ ഇരിക്ക്, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്നും പറഞ്ഞ് ബാലേന്ദ്രൻ മനുവിനോട് അവിടെ ഇരിക്കാൻ പറയുക. ആ സമയം നമ്മുടെ അലീനയാണെങ്കിൽ അവിടെ നിൽക്കുന്നത് കണ്ടതും മനു അലീനയോട് പറഞ്ഞു, അലീനെ നമുക്ക് ഭക്ഷണം കഴിച്ചാലോ? കഴിക്കാം. അങ്ങനെ അലീന മനസ്സോടുകൂടി അവളും ആ ഒരു പ്ലേറ്റിൽ ഭക്ഷണം വിളമ്പിയെടുക്കുക. ബാലേന്ദ്രനും നമ്മുടെ മനുവും അവിടെ ഇരുന്ന് കഴിക്കുന്ന സമയത്ത് അലീന ആ പ്ലേറ്റ് എടുത്തിട്ട് അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയതും മനു പറഞ്ഞു, എന്താ നീ കാണിക്കുന്നത്? ഇവിടെ ഇരുന്നേ, ഈ കസേരയിൽ ഇരിക്കാമല്ലോ, നിന്നെ ഇവിടെ ഇരിക്കരുതെന്ന് ആരെങ്കിലും വിലക്കിയിട്ടുണ്ടോ? അപ്പോഴത്തേക്കിനും അലീന ബാലചന്ദ്രനെ ഒന്ന് നോക്കി. മോൾ അവിടെ ഇരുന്ന് കഴിച്ചോളാൻ പറഞ്ഞതും അലീനയ്ക്ക് വലിയ സന്തോഷമായിട്ടോ. അങ്ങനെ അലീന ബാലചന്ദ്രൻ്റെയും മനുവിൻ്റെയും ഒപ്പം ഇരുന്ന് ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. അതിനുശേഷം നമ്മുടെ മനു ആണെങ്കിൽ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ തുടങ്ങി. അപ്പോഴത്തേക്കിനും നമ്മുടെ വൈജയന്തി നമ്മുടെ ബാലേന്ദ്രൻ്റെ അടുത്തേക്ക് വന്നിട്ട്, ഇവിടെ അല്ലെങ്കിലും എൻ്റെ ഒരു തീരുമാനങ്ങൾക്കും ഒരു വിലയില്ലല്ലോ. ഞാൻ ഓഫീസിൽ പോയ സമയം നോക്കിയിട്ട് നിങ്ങൾ അവളെ വീണ്ടും തിരിച്ച് വീട്ടിൽ കയറ്റിയല്ലേ? എൻ്റെ പൊന്നു വൈജയ്, നീ എന്തൊക്കെയായി കാണിച്ചു കൂട്ടിയത്? ശരിക്കും പറഞ്ഞാൽ നീ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെയല്ലേ അവളെ തെറ്റുകാരിയാണെന്ന് വിളിച്ചു പറഞ്ഞത്? ഞാൻ നിൻ്റെ ഒപ്പം തുള്ളി, എന്നിട്ട് പാവപ്പെട്ട ഒരു പെങ്കൊച്ചിനെ മറ്റെല്ലാവരുടെയും മുന്നിൽ നിർത്തി നമ്മൾ അപമാനിച്ചില്ലേ എന്ന് ബാലേന്ദ്രൻ പറയുക. നിങ്ങൾക്കിതൊക്കെ അവൾ ഓതി തന്നതായിരിക്കുമല്ലേ? ഇനിയൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഞാൻ പോയി അവളെ കാണട്ടെ. കണ്ടു വന്നതിന് ശേഷം ബാക്കി നിങ്ങൾക്ക് ഞാൻ തരുന്നുണ്ടെന്നും പറഞ്ഞ് കിച്ചണിലേക്ക് പോവുക നമ്മുടെ വൈജയന്തി. അന്നേരം നമ്മുടെ അലീനയാണെങ്കിൽ പാത്രമൊക്കെ കഴുകിക്കൊണ്ട് നിൽക്കുക. അല്ല, എന്താണ് നിൻ്റെ ഉദ്ദേശം? നിനക്ക് ഇവിടുന്ന് പോകാനായിട്ട് ഒരു പ്ലാനും ഇല്ലെന്ന് ചോദിക്കുക. മാഡം, എനിക്ക് പ്രത്യേകിച്ച് ഒരു ഉദ്ദേശവും ഇല്ല. ഞാൻ നിന്നോട് ഇതൊക്കെ ചെയ്ത് കൂട്ടിയത് നീ ഇവിടുന്ന് പോകാൻ വേണ്ടി തന്നെയായിരുന്നടി. പിന്നെ നീ ഇനി മനുവിനെ കണ്ണും കലാശമൊക്കെ കാണിച്ച് അവനെ മയക്കി വെച്ചിരിക്കുകയാണോ എന്ന് അലീനയോട് വൈജയന്തി ചോദിക്കുക. മാഡം, ഇങ്ങനെയുള്ള സംസാരത്തിനൊന്നും എനിക്ക് താല്പര്യമില്ല. ഞാൻ ഇവിടെ എൻ്റെ ജോലികളൊക്കെ ചെയ്യുന്നുണ്ട്. മാഡം പറയുന്ന എല്ലാ ജോലിയും ഞാൻ ചെയ്യുന്നുണ്ട്. എനിക്ക് മാഡത്തോട് ഒരു ശത്രുതയും ഇല്ല. മാഡത്തിനും തിരിച്ച് എന്നോടൊരു ശത്രുതയും പാടില്ല. അത് ശരിയാ, നിന്നെയൊക്കെ ശത്രുവായിട്ട് കാണണമെങ്കിൽ പോലും അതിനും വേണോടി മിനിമം ഒരു ക്വാളിറ്റി. എന്തായാലും ഇതിനെയൊക്കെ കാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യൻ അകത്തുണ്ടല്ലോ. നിന്നെ എത്രയും പെട്ടെന്ന് ഞാൻ ഇവിടുന്ന് കെട്ടിച്ചിരിക്കും. ഇല്ലെങ്കിൽ എൻ്റെ പേര് വൈജയന്തി എന്നല്ലെന്ന് വൈജയന്തി നമ്മുടെ അലീനയോട് പറയുക. സ്വന്തം അമ്മ തന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടപ്പം അലീനയ്ക്ക് വലിയ വിഷമമൊക്കെ ആയി. എന്നാലും സാരമില്ല, തൻ്റെ അമ്മയെ കാണാൻ പറ്റുമല്ലോ. ആ ഒരു സന്തോഷത്തിൽ അവൾ അങ്ങനെ നിൽക്കുക. അതിന് ശേഷമാണെങ്കിൽ നമ്മുടെ വൈജയന്തി പോയിട്ട് ബാലേന്ദ്രൻ്റെ അടുത്ത് ചെന്ന് പുള്ളിക്കാരൻ്റെ മെക്കിട്ട് കയറുക. പിന്നീട് നമ്മളെ കാണിക്കുന്നത് ഈ വിവരങ്ങൾ മുഴുവനും അറിഞ്ഞ് കമല കലിതുള്ളുന്ന കാഴ്ചയാണ്. അപ്പോൾ കമലയ്ക്ക് നല്ല ദേഷ്യമുണ്ട്. നമ്മുടെ മനു വന്നതും മനുവിനോട് ചോദിച്ചു, എടാ മനു, നീ ഇന്ന് അവളുടെ വീട്ടിൽ പോയിട്ട് എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയത്? അപ്പോഴത്തേക്കിനും ന്യൂസൊക്കെ ഇവിടെ എത്തിയോന്ന് മനു ചോദിക്കുക. അതേടാ, നിന്റെ ആൻറ്റി വിളിച്ച് പറഞ്ഞിരുന്നു. നിനക്ക് എന്തിൻ്റെ കേടാടാ? നീ ആ പെണ്ണിൻ്റെ തൊലിവെളുപ്പ് കണ്ട് മയങ്ങിപ്പോയോന്ന് കമല ചോദിച്ചതും
അതെ, അവളുടെ തൊലി വെളുപ്പ് കണ്ട് ഞാൻ മയങ്ങിപ്പോയി. എന്താ അമ്മയ്ക്ക് വല്ല പ്രശ്നമുണ്ടോ? ഇത് കേട്ടപ്പോൾ തന്നെ കമല പറഞ്ഞു, എന്നാ ഒരു കാര്യം ചെയ്യടാ, അവളെ അങ്ങ് കെട്ടി കൂടെ പൊറപ്പിച്ചോ. ആ, വേണ്ടി വന്നാൽ ഞാൻ അതും ചെയ്യുമെന്ന് മനു നമ്മുടെ കമലയുടെ മുഖത്ത് നോക്കി പറയുന്നതാണ് നാളത്തെ വിശേഷത്തിലുള്ളത്. അപ്പം റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് എല്ലാവരും കാണുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം ഓക്കെ, താങ്ക്